ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. ഞാനൊരു വലിയ കപ്പ് നിറയെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ കേട്ടോ. ലൂസായിട്ട് പോകരുത്, നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനേ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്ന വെള്ളം നോർമൽ വെള്ളമാണ് കേട്ടോ. ഇപ്പം നമ്മളിതാ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ ടൈറ്റായിട്ടാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവാളയൊന്ന് വളരെ കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇനി ഇഞ്ചിയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ജീരകമാണ് ചേർത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സവാള ആയതുകൊണ്ട് തന്നെ നമ്മളത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നതോറും വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആ വെള്ളത്തിൻ്റെ നനവ് മാറി അതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേസനാണ് കേട്ടോ. നമ്മുടെ കടലമാവാണ്. കടലമാവ് ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ആ വെള്ളത്തിൻ്റെ നനവ് മാറി കിട്ടത്തുള്ളൂ. 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തും കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് നമ്മുടെ കടലമാവും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് വെള്ളം തന്നെ ഒന്നും ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ കടലമാവ് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയും നേരം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മസാല തയ്യാറാക്കുന്ന ആ സമയം കൊണ്ട് ഒന്ന് മാറ്റി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ബോൾസ് ആക്കി മാറ്റണം. 2 ചപ്പാത്തിയുടെ വലുപ്പത്തിലാണ് നമ്മളിത് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി വെക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ബോൾ ഞാൻ ഒരെണ്ണം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാടൊക്കെ കനം കുറഞ്ഞു പോകരുത്, കുറച്ച് തിക്കായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കത് പരത്തിയെടുക്കാൻ നല്ലതുപോലെ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പൊടി ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ സവാളയുടെ നനവ് ഈ ഷീറ്റിലേക്ക് പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ മസാലയെല്ലാം ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ നനവ് വരാതിരിക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്കൊന്ന് റോള് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ചെറുതായിട്ട് നമ്മളൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ മസാല നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലോട്ട്, അതായത് എൻഡിലോട്ടൊന്നും നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി നല്ലതുപോലെ കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടി ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ റോൾ ചെയ്ത് കൊടുത്തത് ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും. ഇപ്പം നന്നായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം എന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതേപോലെ തന്നെ നമുക്ക് ചായയുടെ കൂടെ വൈകിട്ട് കഴിക്കാനും ഒക്കെ നല്ല സൂപ്പറായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ദാ ഇതേ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ദാ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നന്നായിട്ട് പരത്തിയെടുക്കണം, എങ്കിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ദാ ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സവാളയുടെ മസാല അല്ലാതെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറച്ചുകൂടി മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം, ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ചുകൂടി മല്ലിയില താണ്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എള്ളൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. നമ്മളിത് എണ്ണയിൽ മുക്കി പൊരിച്ചൊന്നും എടുക്കുന്നില്ല, നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ മീഡിയം ലെവലിൽ ചൂടാകുമ്പോൾ തന്നെ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കരുത് കേട്ടോ, കാരണം ഇത് പതുക്കെ വെന്ത് വരണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേവാതെ ഇരിക്കും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറേ നേരം ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴേ ഒരുപാട് ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത ശേഷം പിന്നീട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടിവശം ഒന്നും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ആ സമയം തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് ഈ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് കേട്ടോ. അതാ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ വശം നല്ലതുപോലെ മുരിഞ്ഞ് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ സൈഡും കൂടി ആയി കിട്ടും. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നമ്മൾ സവാളയും മസാലയും ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ദാണ്ട ഈ സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഇതേപോലെ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിലൊരു സ്നാക്സ് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചപ്പാത്തി മാവൊക്കെ നമുക്ക് അധികം വരികയാണെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൈദയിൽ മാത്രമല്ല ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ഗോതമ്പ് പൊടിയും മൈദയും കൂടി പകുതി വീതം എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.